ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും ഉണ്ണിയും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിപ്പീറ്റഡായിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇൻബോക്സിൽ കയറി റിപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി എളുപ്പമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എല്ലാവരും റിപ്പീറ്റഡായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഏത് ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുള്ളതെന്ന്. ഞാൻ തൃശ്ശൂരുള്ള കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് ചോദിച്ചിട്ടുള്ളത്, ഏത് ഡോക്ടറെയാണ് കാണിക്കണതെന്നാണ്. ഞാൻ കാണിക്കുന്ന ഡോക്ടർ വിനീത വേണുഗോപാൽ. ആ ഡോക്ടറെയാണ്, ഗൈനക്കിനെയാണ് കാണിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ എത്ര മന്ത് ആയിട്ടുള്ളതെന്നാണ്. എനിക്ക് കറക്റ്റ് ഇപ്പോൾ എക്സാക്റ്റ് 8 മന്ത് ഓൺ ഗോയിങ് ആണ്. 33 വീക്സ് ആണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, സ്കിൻ കെയർ എന്താ ചെയ്യണേ, ഹെയർ കെയർ എന്താ ചെയ്യണേന്ന്. കാരണം ഞാൻ പണ്ടത്തേനേക്കാളും ഫെയറായി എന്ന് പറയുന്നുണ്ട്. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, പക്ഷെ കാണുന്നവരങ്ങനെ പറയുന്നുണ്ട്. മേ ബി എനിക്ക് തോന്നുന്നു പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇൻടേക്ക് നന്നായി പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലോ ആയിരിക്കാം. ഹെയർ ആണെങ്കിലും ഫേസ് ആണെങ്കിലും ഒക്കെ ടാബ്ലറ്റ്സ് നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ, കാൽഷ്യം, അയൺ അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഇൻടേക്ക് നന്നായിട്ടുള്ള കാരണമായിരിക്കാം സ്കിന്നിലും ഹെയറിലൊക്കെ അതിൻ്റെ വ്യത്യാസം കാണുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇതിനായിട്ട് അങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല. കുറച്ച് ടിപ്സൊക്കെ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്ന പോലെ ഫോളോ ചെയ്യുന്നുണ്ട്, അത്ര തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറേ പേര് ചോദിച്ചിട്ടുള്ളത്, ഞാനിവിടെ ഒറ്റയ്ക്കാണോ എന്നാണ്. അതെ, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഇവിടെ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങളും കുക്കിങ്ങും ക്ലീനിങ്ങും ഓൾമോസ്റ്റ് എല്ലാതും ഞാൻ തന്നെയാണ്. പക്ഷേ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യും. നമുക്ക് മിക്കവാറും കാര്യങ്ങൾ രണ്ടാളും കൂടി ഷെയർ ചെയ്ത് ചെയ്യും. കുക്കിങ് ഞാൻ തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് ചെയ്യും. പിന്നെ എൻ്റെ അടുത്ത് റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടൊരു ചോദ്യമാണ്, ചേച്ചിക്ക് ട്വിൻസ് ആണോ എന്ന്. അത് ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു വയറിൻ്റെ വലിപ്പവും പൊസിഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ വയറ് എല്ലാവരും കണ്ടിട്ടാണ് ചോദിക്കുന്നത്, ട്വിൻസ് ആണോ എന്ന്. നിലവിൽ ഇതുവരെ ട്വിൻസ് അല്ല. ഈ പ്രഗ്നൻസി ട്വിൻസ് അല്ല. അടുത്ത പ്രഗ്നൻസി എനിക്കറിയില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നിലവിൽ എനിക്ക് ഒരു ഉണ്ണിയുള്ളൂ, ട്വിൻസ് ഒന്നല്ല. വോമിറ്റിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ 3-4 മാസം വോമിറ്റിംഗ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു ഫുഡ് പോലും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഫുൾ ടൈം വോമിറ്റിംഗ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, ട്രിപ്പിടും, തിരിച്ചു പോരും, വീണ്ടും ഛർദ്ദിക്കും. ഇത് തന്നെയായിരുന്നു പണി. അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം, വോമിറ്റിംഗ് എങ്ങനെ മാറ്റി എന്നുള്ളതിൽ ഒരു വീഡിയോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഷുഗർ വന്നിട്ടുണ്ടോയെന്ന്. ബേസിക്കലി ഞാൻ ഷുഗറും പ്രഷറും ഒന്നും ഇതുവരെ അങ്ങനെ ചെക്ക് ചെയ്തിട്ടില്ല. പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് ഇതൊക്കെ ചെക്ക് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ 2 ടെസ്റ്റ് ചെയ്തു. ഇതുവരെ എനിക്കങ്ങനെ ഷുഗറിൻ്റെ കംപ്ലയിൻസ് ഒന്നും വന്നിട്ടില്ല. എല്ലാം നോർമലാണ്. കുറവാണ് ശരിക്കും, നോർമലല്ല. എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് റേഞ്ചിലാണ് ഞാൻ നിൽക്കുന്നത്. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എനിക്ക് മുന്നേ PCOD ഉണ്ടായിട്ടുണ്ടോ, തൈറോയിഡ് ഉണ്ടായിട്ടുണ്ടോ എന്ന്. എനിക്കിതിന് മുന്നേ ഉണ്ടായിട്ടില്ല. PCODയും ഇല്ല, തൈറോയിഡും ഇല്ല. എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, പ്ലാസൻ്റയുടെ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാസൻ്റയുടെ പൊസിഷൻ വന്നിട്ട് എൻ്റെ പോസ്റ്റീരിയർ ആണ്. പ്ലാസൻ്റ പൊസിഷൻ പോസ്റ്റീരിയർ ആണ്. ആദ്യം എൻ്റെ പ്ലാസൻ്റ ലോ ലൈൻ പ്ലാസൻ്റ ആയിരുന്നു. പിന്നീട് ഞാനത് റിക്കവർ ചെയ്തെടുത്തതാണ്. ഇപ്പം നോർമലാണ്, പോസ്റ്റീരിയർ നോർമൽ പ്ലാസൻ്റ ആണ്. ഫസ്റ്റിൽ എനിക്ക് ലോ ലൈൻ പ്ലാസൻ്റ ആയിരുന്നു. പിന്നെ കുറേ പേരുടെ ഡൗട്ടാണ് എത്ര സ്കാനിങ് കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ. അപ്പോൾ അത് ഓരോരുത്തരുടെ മെഡിക്കൽ കണ്ടീഷൻ പോലെ ഇരിക്കും എത്ര സ്കാനിങ് വേണമെന്നുള്ളത്. എനിക്കിപ്പോൾ 4 സ്കാനിങ് ആണ് കഴിഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ ഏർലി പ്രഗ്നൻസി സ്കാൻ, അത് നമ്മുടെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ ചെയ്യിപ്പിച്ച സ്കാനാണ്. രണ്ടാമത്തെ സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് NT സ്കാനാണ്. അത് 3-ാം മാസം ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. മൂന്നാമത്തെ അനോമലി സ്കാനാണ്. അത് 5-ാം മാസം ചെയ്തതാണ്. 4-ാമത്തെ 7-ാം മാസത്തെ സ്കാനിങ്, ഗ്രോത്ത് സ്കാൻ. അങ്ങനെ എനിക്ക് 4 സ്കാനിങ് ആണ് മൊത്തം ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ എന്തൊക്കെ മെഡിസിൻസ് കഴിക്കുന്നുണ്ടെന്ന് കുറേ പേര് ചോദിച്ചു. അപ്പോൾ എൻ്റെ ആദ്യത്തെ 3 മാസം ഞാൻ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് ആണ് കഴിച്ചിട്ടുള്ളത്. 3 മന്ത് ഫുള്ളായിട്ട് ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ്സ് കഴിച്ചു. ഡെയിലി 1 വെച്ചിട്ട് കഴിച്ചു. പിന്നെ 4, 5, 6, 7, ഇപ്പോൾ 8 മാസമായിട്ട് ഞാൻ കഴിക്കുന്നതാണ് അയണും കാൽഷ്യം. അതിൽ കാൽഷ്യം ഗുളിക കാലത്തും അയൺ ഗുളിക ഉച്ചയ്ക്കാണ് കഴിക്കുന്നത്. ഞാൻ പുറത്തുനിന്നല്ല മേടിക്കുന്ന ഗുളിക, നമ്മുടെ ഹെൽത്തിൽ നിന്ന്
പബ്ലിക് ഡിസ്പെൻസറിയിൽ ഹെൽത്ത് അവിടെ നിന്ന് എനിക്ക് മെഡിസിൻസ് കൊണ്ടുതരും. ആശാ വർക്കർ ഉണ്ട് ഇവിടെ ഉള്ളത്. ആ ചേച്ചി എല്ലാ മാസവും കൃത്യമായിട്ട് മെഡിസിൻസ് എത്തിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബേബിയുടെ മൂമെൻറ്റ്സൊക്കെ എപ്പോൾ തൊട്ടാണ് വന്ന് തുടങ്ങിയത്. ബേബിയുടെ മൂമെൻറ്റ്സൊക്കെ വന്ന് തുടങ്ങിയത് എനിക്ക് 5th സ്റ്റാർട്ടായപ്പോൾ തൊട്ട് ചെറുതായിട്ടൊക്കെ ചെറിയ ഇതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. 5th എന്താവുന്നതോട് കൂടി നന്നായിട്ടൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ നല്ല മൂമെൻറ്റ്സ് ഉണ്ട്. നല്ല പ്രത്യേകിച്ചും നമ്മൾ മൂവി കാണാനൊക്കെ പോകുമ്പോൾ നല്ല മൂമെൻറ്റ്സാണ്. പിന്നെ കുറേ പേര് ചോദിച്ചു പേടിയുണ്ടോ, ഡെലിവറി ഒക്കെ അടുക്കാറായില്ലേ, പേടിയുണ്ടോ ടെൻഷൻ ഉണ്ടോയെന്ന്. എനിക്ക് ഇതുവരെ അങ്ങനെ പേടിയോ ടെൻഷനും ഇല്ല. എന്തായാലും ബേബി പുറത്ത് വരും, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പേടി ഇപ്പോൾ ഇല്ല. ആ ടൈം ആകുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ വരുമെന്ന്. ഇപ്പം എനിക്കില്ല, ഞാൻ ചില്ല് ചെയ്ത് നടക്കുകയാണ്. എൻ്റെ ഓരോ പ്രഗ്നൻസി മൊമെൻറ്റ്സും ഞാൻ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിലവിൽ എനിക്കിതുവരെ പേടിയൊന്നുമില്ല. എനിക്ക് പിന്നെ ബോഡി പെയിൻ ഉണ്ടോ ചോദിക്കുന്നുണ്ട് എല്ലാവരും. ബോഡി പെയിൻ എനിക്ക് അങ്ങനെ അധികം ഇല്ല. ഒട്ടുമില്ല എന്ന് പറഞ്ഞാൽ കളവായി പോവും. ക്ഷീണമുണ്ട്, പക്ഷെ അങ്ങനെ ബോഡി പെയിൻ, തണ്ടൽ വേന അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. മേ ബി ഞാൻ ഒരു 2nd മന്ത് 3rd മന്ത് തൊട്ട് ഞാൻ പ്രഗ്നൻസി പില്ലോയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ ഉറക്കത്തിന് എനിക്കങ്ങനെ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഉറങ്ങുമ്പോൾ ഒരു 3-4 പ്രാവശ്യം ബാത്റൂമിൽ പോകേണ്ട ഇഷ്യൂ വരും. അത് നമ്മൾക്ക് ഒരുപാട് വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഇഷ്യൂ. അല്ലാതെ എനിക്ക് ഉറക്കത്തിൻ്റെ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ഞാൻ എത്ര വെയിറ്റ് ഗെയിൻ ചെയ്തു എന്നുള്ളത്. ഞാൻ ഇപ്പോൾ 10 കിലോ ആണ് ഇതുവരെ ഗെയിൻ ചെയ്തിട്ടുള്ളൂ. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം 10 കിലോനാണ് കൂടിയിട്ടുള്ളൂ. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ 80 കിലോനായിരുന്നു, 80 kg. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ 7th മന്തിൻ്റെ ചെക്കപ്പിൻ്റെ സ്കാനിങ്ങിനൊക്കെ പോയപ്പോൾ 90 kg. അങ്ങനെ മൊത്തം 10 kg ആണ് ഞാൻ ഇതുവരെ കൂടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ പണ്ടേ വണ്ണമുള്ള ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് 80 വരെ എനിക്ക് ഞാൻ ഉണ്ടായിരുന്നു. പ്രഗ്നൻ്റ് ആയതിനു ശേഷം കൂടിയിട്ടുള്ളത് 10 kg ആണ്. പിന്നെ കുറേ പേര് ചോദിച്ചു ബേബിയുടെ നെയിം കണ്ടുപിടിച്ചു തന്നു. ബേബിയുടെ നെയിം ഞങ്ങൾ കണ്ടുപിടിച്ചു. ബോയ്ക്കാണെങ്കിൽ ഒരു പേരും ഗേളിനാണെങ്കിൽ ഒരു പേരും, അങ്ങനെ ഞങ്ങൾ 2 പേര് കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തു. ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തിട്ടില്ല. അത് ഞാനിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഞാൻ ഓണത്തിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോവും. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതും കൊണ്ടുപോയി അങ്ങോട്ട് പോകണ്ടേ. അപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ട് പാക്ക് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഒക്ടോബർ ലാസ്റ്റ് അല്ലേ ഡേറ്റ്. അപ്പോൾ അതുകൊണ്ട് സെപ്റ്റംബർ പകുതിയൊക്കെ ആകുമ്പോൾ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ ലവ് സ്റ്റോറി പറയൂ. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞാൽ ശരിയാവില്ല. ഞങ്ങൾ 2 പേരും ഇരിക്കുന്ന 2 പേരും ഉള്ള ഏതെങ്കിലും ഒരു ദിവസം ഞാൻ നോക്കട്ടെ, ട്രൈ ചെയ്യാം നമുക്ക്. പിന്നെ നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം.